കണ്ടോ കണ്ടോ മത്തി ഇങ്ങനെ കിടന്ന് പൊരിഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് യു കെയിൽ നല്ല മത്തി കിട്ടുന്നത് വളരെ അപൂർവമാണ്. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പൊരിച്ചടിച്ചില്ലെങ്കിൽ നമുക്ക് എന്താ ഒരു ആഘോഷമല്ലേ. ഇങ്ങനെ മത്തി കരുമുറാന്ന് കടിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് അല്ലേ. ഒറ്റ പ്രശ്നമുള്ളൂ, ഈ മണം കാരണം നമുക്ക് വീട് മുഴുവൻ നാറ്റിക്കും. പക്ഷെ അതിനൊരു വഴിയുണ്ട് കേട്ടോ. ഈ അടുത്തിടയ്ക്ക് ഒരു വീഡിയോയിൽ കണ്ടതാ, പരീക്ഷ നോക്കി, സംഭവം ഫലപ്രദമാണ്. അപ്പോൾ മത്തി മണം കൊണ്ട് വീട് നാറ്റിക്കുമെന്ന് വിചാരിച്ച് ഇനി ആരും മത്തി വറുക്കാതിരിക്കണ്ട. അതിനൊരു നല്ല ഐഡിയ ഇട്ടിട്ടുണ്ട്. ആദ്യം തന്നെ പറയട്ടെ, മത്തി വറുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ അടുക്കളയുടെ വാതിലങ്ങ് അടച്ചിട്ടേക്കാം. മറ്റു റൂമിലേക്ക് കഴിവതും മണം പോകുന്ന നമുക്ക് അവോയ്ഡ് ചെയ്യാം. പിന്നെ പുറത്തേക്കുള്ള വാതിൽ അല്ലെങ്കിൽ ജനൽ ഏതാണെന്ന് വെച്ചാൽ തുറന്നു വിട്ടേക്കാം. അത് ഓർക്കണം. ഇനി അത് കഴിഞ്ഞ് മത്തി വറുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചാൽ ഉടനെ തന്നെ ആ ഒരു ഫ്രൈങ് പാന് അങ്ങ് കഴുകി മാറ്റി വെക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ പിന്നെ ആ മണം അവിടെ തങ്ങി നിൽക്കുന്ന കുറേയൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇനി ചെയ്യേണ്ടത്, അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഏരിയയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നല്ലൊരു ഫ്രൈങ് പാൻ, വേറൊരു ഫ്രൈങ് പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിനുശേഷം അതിൽ 2 ടീസ്പൂൺ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുക. അതിപ്പോൾ ഏത് കാപ്പിപ്പൊടിയാണെങ്കിലും ആകട്ടോ, ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടിയോ അല്ലെങ്കിൽ മറ്റേ കോഫി ഗ്രാന്യൂൾസോ ഏത് വേണമെന്നുണ്ടെങ്കിലും ആകാം. അത് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്കൊന്ന് വറുത്തെടുക്കുക. നല്ല റോസ്റ്റഡ് കോഫി ഇല്ലേ, റോസ്റ്റഡ് കോഫി ബീൻസ് എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു സ്മെല്ല് നമുക്ക് വരും. ചെറിയ തീയിലിടാനായിട്ട് പ്രത്യേകം ഓർക്കണം കേട്ടോ. അതുപോലെ ഫ്രൈങ് പാൻ ചൂടാവുന്നതിന് മുന്നേ തന്നെ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കണം. കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് അടുക്കി പിടിക്കും, പിന്നെ ആകെ മൊത്തം ഒരു കരിഞ്ഞ സ്മെല്ലായിരിക്കും. അപ്പോൾ എന്നെ കുറ്റം പറയരുത്. അപ്പോൾ ചെറിയ തീയിൽ ഇട്ടിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക. കട്ടയൊക്കെ ഉടച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ട് ഇത് ചൂടായി വരുമ്പോൾ തന്നെ നമുക്കൊരു നല്ല മണം കിട്ടും. ആ റോസ്റ്റഡ് കോഫിയുടേതായിട്ടുള്ള ആ മണം കിട്ടും. കാപ്പി ലവേഴ്സിന് ഇത് ഭയങ്കര ടെംപ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്മെല്ലായിരിക്കും. ഞാനൊരു കോഫി ലവറാണ്, കോഫി ലവറാണ്. നിങ്ങളും ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഹൈഫൈ അടിച്ചേക്കണേ. അപ്പോൾ അങ്ങനെ ഇത് നല്ല രീതിക്ക് വറുത്തെടുത്ത് കഴിയുമ്പോൾ നല്ല ആയിട്ട് ഇങ്ങനെ ആവിയൊക്കെ പൊങ്ങി വരും. അതിൽ നിന്ന് ആ ആവിയിൽ നല്ലൊരു മണവും വരും. ആ ഒരു ആവിയിൽ നല്ല മണം വരുന്ന സമയത്ത് നമുക്ക് ഈ ഫ്രൈങ് പാൻ എടുത്തിട്ട് ഇനി ചെയ്യേണ്ടത് ഈ സ്മെല്ല് നമ്മുടെ വീട്ടിൽ മുഴുവനാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അടുക്കളയുടെ വാതിൽ തുറന്ന് നമുക്ക് എവിടേക്കാണോ ഈ സ്മെല്ലാക്കേണ്ടത് ആ ഏരിയയിലൊക്കെ പോയിട്ട് ഈ ഒരു ഫ്രൈങ് പാനും പിടിച്ചുകൊണ്ട് നടക്കുക. അതാണ് ഇനി അടുത്ത പണി. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് നമ്മുടെ ജാക്കറ്റ്സൊക്കെ തൂക്കിയിടുന്ന സ്ഥലം, അതുപോലെ ലിവിങ് റൂം, പിന്നെ വീടിൻ്റെ എൻട്രൻസ്, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇത് കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിൽ പെട്ടെന്ന് ഒരാൾ കയറി വരുമ്പോഴേക്ക് അവിടുത്തെ ഒരു മണം തന്നെ മാറിയിട്ടുണ്ടാകും. നല്ല കോഫി സ്മെല്ലായിരിക്കും. ഇനി വറുത്ത കാപ്പിപ്പൊടിയുടെ മണം ഇഷ്ടമില്ലാത്തവരില്ലേ, എനിക്കിത് ഭയങ്കര ഇഷ്ടമാട്ടോ. ചിലർക്കൊന്നും ഇഷ്ടമില്ലാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് വേറെ ഐഡിയ ഉണ്ട്. അത് അടുത്ത വീഡിയോയിൽ പറയാം, ഇല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് അധികമായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ മറന്നു. ഓപ്പലോറ ജെംസ് എൻ്റെ ഒരു പുതിയ സംരംഭമാണ് കേട്ടോ, ഒരു ഇമിറ്റേഷൻ ജ്വല്ലറി ബിസിനസ്. ഈ കാണുന്ന QR കോഡ് ഒന്ന് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ ഈ ഇൻസ്റ്റ ID ഒന്ന് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ അഫോർഡബിൾ റേറ്റിൽ ഇമിറ്റേഷൻ ജ്വല്ലറി നിങ്ങൾക്ക് കിട്ടും. അത് ഹോൾ UK ഡെലിവറി അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യും. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ.